ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു മാലാഖ ഇറങ്ങിവരുന്നു. കയ്യിലാണെങ്കിൽ ഒരു വലിയ താക്കോലും പിന്നെ ഒരു ഭീമാകാരമായ ചങ്ങലയും. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ദർശനത്തിനു പിന്നിലെ യഥാർത്ഥ അർത്ഥമെന്താണ്? നമുക്കൊരുമിച്ച് കണ്ടെത്താം. അപ്പോൾ നമ്മളിന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഈയൊരു വാക്യമാണ്. ഒരു ദൈവദൂതൻ, പിന്നെ പാതാളത്തിലേക്കുള്ള ഒരു താക്കോല്, കൂടെ ഒരു വലിയ ചങ്ങലയും. ഈയൊരു ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതെ, ഈ കാണുന്ന ഓരോ പ്രതീകങ്ങൾക്കും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. ഒരു മാലാഖ, ഒരു താക്കോൽ, ഒരു ചങ്ങല, പിന്നെയോ ഒരു മഹാസർപ്പം. എന്തായിരിക്കും ഇവയെല്ലാം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? നമുക്കോരോന്നായി പരിശോധിക്കാം. ഈയൊരു കാഴ്ചയുടെ ആഴങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ആ താക്കോലിൽ നിന്നാണ്. കാരണം അതൊരു സാധാരണ താക്കോലല്ല, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഇവിടെ പറയുന്ന താക്കോലെന്ന് പറയുന്നത് നമ്മൾ വാതിൽ തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ താക്കോലല്ല, മറിച്ച് അത് അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം ചെയ്യാനുള്ള അവകാശത്തെയും ശക്തിയെയുമാണ് ആ താക്കോൽ പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ തിരുവെഴുത്തുകളിലേക്കിട്ട് നോക്കുകയാണെങ്കിൽ ഈ താക്കോൽ അഥവാ അധികാരം പലർക്കും പല ആവശ്യങ്ങൾക്കായി നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന് നോക്കിക്കേ, ഒരേ പ്രതീകം, അതായത് താക്കോൽ, എങ്ങനെയൊക്കെയാണ് 4 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ഒരാൾ അത് കുഴി തുറന്ന് നാശം വിതയ്ക്കാൻ ഉപയോഗിക്കുന്നു. വേറൊരാൾ, അതായത് പത്രോസ്, സ്വർഗരാജ്യം തുറന്നുകൊടുക്കാനും ബന്ധിക്കാനും അഴിക്കാനും ഉപയോഗിക്കുന്നു. നമ്മുടെ മാലാഖയാകട്ടെ സാത്താനെ തളവിലാക്കാനാണ് താക്കോൽ ഉപയോഗിക്കുന്നത്. അവസാനം യേശുക്രിസ്തു മരണത്തെയും പാതാളത്തെയും നിയന്ത്രിക്കുന്ന താക്കോൽ കൈവശം വയ്ക്കുന്നു. അപ്പോ അധികാരം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ താക്കോൽ അധികാരമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ അധികാരം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. അവിടെയാണ് ആ ചങ്ങലയുടെ പ്രാധാന്യം. എന്താണ് ഈ ബന്ധിക്കുക എന്നതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത്? സാത്താനെ 1000 വർഷത്തേക്ക് പിടിച്ചുകെട്ടാൻ ഉപയോഗിക്കുന്ന ആ വലിയ ചങ്ങല, അത് വെറുമൊരു ലോഹച്ചങ്ങലയല്ല. പ്രപഞ്ചത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വലിയ ദൈവിക ശക്തിയുടെ പ്രയോഗത്തെയാണ് അത് കാണിക്കുന്നത്. പക്ഷേ ഈ വലിയ പ്രപഞ്ചകാര്യങ്ങളൊക്കെ പറയുമ്പോഴും പ്രഭാഷകൻ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ബന്ധനം എന്നു പറയുന്നത് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും സംഭവിക്കുന്ന ഒന്നാണ്. 18 വർഷം, ഇതൊരു ചെറിയ കാലയളവല്ല അല്ലേ? ഈ സംഖ്യ മറക്കരുത്, കാരണം ഇതിന് പിന്നിൽ മനസ്സിൽ തട്ടുന്ന ഒരു കഥയുണ്ട്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 18 വർഷം രോഗം കൊണ്ട് ശരീരം ബന്ധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണിത്. യേശു അവരെ സൗഖ്യപ്പെടുത്തി, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിട്ടു. കണ്ടില്ലേ, ആ വലിയ പ്രപഞ്ച തലത്തിലുള്ള ബന്ധനത്തിന്റെ ഒരു ചെറിയ പതിപ്പ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. അപ്പോ എന്താണ് ഈ ബന്ധിക്കുന്നതും അഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് നോക്കൂ. ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ നിയന്ത്രിക്കുക, നിശബ്ദമാക്കുക, തടവിലാക്കുക എന്നൊക്കെയാണർത്ഥം. ആ സ്ത്രീയുടെ രോഗം ഒരു ബന്ധനമായിരുന്നു. എന്നാൽ അഴിക്കുക എന്നാലോ അത് നേരെ തിരിച്ചാണ്. സ്വതന്ത്രമാക്കുക, സുഖപ്പെടുത്തുക, മോചിപ്പിക്കുക. യേശു അവരെ സുഖപ്പെടുത്തിയപ്പോൾ ചെയ്തതാണ്. അപ്പൊ ശരി, സാത്താനെ ബന്ധിച്ചു എന്ന് നമ്മൾ കണ്ടു. പക്ഷെ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ഈ 1000 വർഷത്തെ തടവിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം? സാത്താനെ ബന്ധിക്കുന്നതുകൊണ്ട് പ്രധാനമായും 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നാമതായി, അവന്റെ വഞ്ചന നിൽക്കും. അതായത് വ്യാജ അത്ഭുതങ്ങൾ കാണിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവന് പിന്നീട് കഴിയില്ല. രണ്ടാമതായി, അവന്റെ കുറ്റപ്പെടുത്തലുകൾ അവസാനിക്കും. സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്നവൻ എന്ന അവന്റെ റോളിന് ഒരു അന്ത്യമാകും. പിന്നെ മൂന്നാമതായി, അവൻ വരുത്തിവെക്കുന്ന കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, വേദനകൾ, അതിനെല്ലാം ഒരു താൽക്കാലിക വിരാമമാകും. അപ്പോൾ നമ്മൾ താക്കോൽ, ചങ്ങല, ബന്ധനം എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഇതെല്ലാം കൂട്ടിയിണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. അതാണിനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഈ ബന്ധിക്കാനും അഴിക്കാനുമുള്ള കഴിവൊക്കെ പണ്ടത്തെ മാലാഖമാർക്കും അപ്പോസ്തലന്മാർക്കും മാത്രമുള്ളതാണെന്ന്. എന്നാൽ അല്ല. പ്രഭാഷകൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട ഒന്നാണ്. അപ്പോ ഈ അധികാരം എവിടെ നിന്നാണ് വരുന്നത്? നോക്കൂ, എല്ലാ അധികാരവും തുടങ്ങുന്നത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. ആ അധികാരം അവിടുന്ന് യേശുക്രിസ്തുവിന് നൽകി. യേശുവാകട്ടെ ആ അധികാരം തന്റെ അനുയായികളായ സഭയ്ക്ക് കൈമാറുന്നു. എന്തിനു വേണ്ടിയാണത്? സമൂഹത്തിൽ പല രീതിയിൽ ബന്ധിക്കപ്പെട്ടു കിടക്കുന്നവരെ സ്വതന്ത്രരാക്കാനും തിന്മയുടെ ശക്തികൾക്കെതിരെ ശക്തമായി നിലകൊള്ളാനും വേണ്ടിയാണ്. ഈ ആശയം വളരെ വ്യക്തമാക്കുന്നൊരു വാക്യമാണിത്. യേശു പത്രോസിനോട് പറയുന്നതാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും എന്ന്. അതായത് ഈ അധികാരം ഭൂമിയിലെ ശരിയായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നൽകപ്പെട്ടതാണ്. അപ്പോ ഈ ചർച്ചയുടെ അവസാനം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്.
താക്കോൽ എന്ന് പറയുന്നത് അധികാരമാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ എന്തെല്ലാം താക്കോലുകളുണ്ട്? നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, തീരുമാനങ്ങൾ അതൊക്കെ മറ്റൊരാളെ ബന്ധിക്കാനാണോ അതോ അഴിക്കാനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്.